ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കോളജിയിലെ എക്സെപ്ഷണൽ ചിൽഡ്രൻ എന്ന ടോപ്പിക്കാണ്. ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ ഏതൊക്കെ കുട്ടികളെയാണ് നമുക്ക് എക്സെപ്ഷണൽ ചിൽഡ്രൻ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുക എന്ന് നമുക്കൊന്ന് നോക്കാം. ദോസ് ചിൽഡ്രൻ who deviate significantly from the normal or average child in mental, physical and social characteristics to such an extent that he requires a modification of school practices or special education services or supplementary instruction in order to develop his maximum capacity. അപ്പോൾ നമ്മുടെ ക്ലാസ് റൂം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം മെജോറിറ്റി ഉണ്ടാവുന്നത് ആവറേജ് കുട്ടികളായിരിക്കും. അതിൽ ചെറിയ വിഭാഗം കുട്ടികൾ മാത്രമായിരിക്കും ഈ എക്സെപ്ഷണൽ ചിൽഡ്രൻ എന്ന കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ ഈ കുട്ടികൾ മെൻ്റലിയും ഫിസിക്കലിയും സോഷ്യലിയും ഈ ആവറേജ് കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൊടുക്കുന്ന എഡ്യൂക്കേഷനിലും അതേ തരത്തിലുള്ള വ്യത്യാസങ്ങൾ വേണ്ടിവരും. അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, കോണ്ടൻറ്റ്സ് ആയിക്കോട്ടെ, മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിക്കോട്ടെ, ചിലപ്പോൾ ആ എൻവയറമെൻറ്റ് പോലും ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെയാണ്, അതായത് ആവറേജ് കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്ന എല്ലാ കുട്ടികളെയും നമുക്ക് എക്സെപ്ഷണൽ ചിൽഡ്രൻ എന്ന കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാം. The term is used to describe children on both the extremes of achievement in intellectual work. Either they are far above or below average in one or more aspects of educational achievement. So usually exceptional children എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഏറ്റവും ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെയാണ് നമ്മൾ എക്സെപ്ഷണൽ ചിൽഡ്രൻ എന്ന് വിളിക്കുകയാണ്. അവരെ മാത്രമല്ല, രണ്ട് എക്സ്ട്രീമിലും ആവറേജ് എവിടെ ഉണ്ടെങ്കിൽ രണ്ട് എക്സ്ട്രീമിലുള്ള കുട്ടികളെയും നമ്മൾ എക്സെപ്ഷണൽ ചിൽഡ്രൻ എന്ന കാറ്റഗറിയിലാണ് പെടുത്തുക. ആ കുട്ടികൾ അച്ചീവ്മെൻറ്റിൽ ചിലപ്പോൾ ലോ അച്ചീവ് ചെയ്യുന്ന കുട്ടികളായിരിക്കും, ചിലപ്പോൾ ഹൈ അച്ചീവ് ചെയ്യുന്ന കുട്ടികളായിരിക്കും. ഈ രണ്ട് എക്സ്ട്രീമിലുണ്ടെങ്കിലും അവരെ നമ്മൾ എക്സെപ്ഷണൽ ചിൽഡ്രൻ തന്നെയാണ് വിളിക്കുക. The disabled, disadvantaged, disturbed and the gifted children are exceptional children. So പറഞ്ഞു. Recently, such children are called children with special needs. So CWS എന്നൊക്കെ നമ്മൾ ഷോർട്ടായിട്ട് പറയുന്ന ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് എന്ന് പറയുന്നത് ഈ എക്സെപ്ഷണൽ ചിൽഡ്രനെ ആണ്. They deviate markedly from the average children. അപ്പം ഈ കുട്ടികളെ, ഈ എക്സെപ്ഷണൽ ചിൽഡ്രൻ കാറ്റഗറിയിൽ വരുന്ന കുട്ടികളെ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ കഴിയും. കാരണം ആവറേജ് കുട്ടികളിൽ നിന്നും വളരെ വ്യത്യാസമായിരിക്കും ഈ കുട്ടികളിൽ കാണുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ. അതിപ്പം അവരുടെ ബിഹേവിയറിലൂടെ ആവാം, ബിഹേവിയർ പാറ്റേൺസിലൂടെ ആവാം, അല്ലെങ്കിൽ ഡെവലപ്മെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ ആവാം, ഫിസിക്കലി, ഇൻ്റലക്ച്വലി, ഇമോഷണലി ഒക്കെ നോക്കിക്കഴിഞ്ഞാലും ആവറേജിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തം ഡീവിയേറ്റ് ചെയ്തിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും ഈ കുട്ടികളിൽ ഉണ്ടാവുക. These children experience peculiar problems and requires modification of school practices, special education and other related services in order to maximize their functioning level. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ കുട്ടികളുടെ ആവശ്യങ്ങൾ, ഈ കുട്ടികളുടെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ വ്യത്യാസമായതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യങ്ങൾ വ്യത്യാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന എഡ്യൂക്കേഷനിലും അതേ മാറ്റങ്ങൾ വേണ്ടിവരും. എന്നാൽ മാത്രമേ ആ കുട്ടികളുടെ മാക്സിമം പൊട്ടൻഷ്യൽ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അടുത്ത് നമുക്ക് ടൈപ്സ് ഓഫ് എക്സെപ്ഷണൽ ചിൽഡ്രനെ കുറിച്ച് നോക്കാം. ആദ്യമായിട്ട് തന്നെ നമുക്ക് നോക്കാൻ പറ്റുന്നത് ഇൻ്റലക്ച്വലി എക്സെപ്ഷണൽ ചിൽഡ്രനെ കുറിച്ചാണ്. അവയെ നമ്മൾ മെൻ്റലി എക്സെപ്ഷണൽ എന്നും വിളിക്കും. ഓക്കെ, ഇൻ്റലക്ച്വലി അല്ലെങ്കിൽ മെൻ്റലി എക്സെപ്ഷണൽ ആയിട്ടുള്ള കുട്ടികൾ, അതായത് ഐക്യു ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഈ ഡിവിഷൻ കൊടുത്തിരിക്കുന്നത്. സോ ഒന്നാമതായിട്ട് ഗിഫ്റ്റഡ് ഉണ്ട്, ബാക്ക്വേർഡ് ഉണ്ട്, മെൻ്റലി റിട്ടാർഡഡ് ഉണ്ട്, ക്രിയേറ്റീവ് ചിൽഡ്രൻ ഉണ്ട്, അണ്ടർ അച്ചീവർ ഉണ്ട്, ലേണിംഗ് ഡിസബിൾഡ് ചിൽഡ്രൻ ഉണ്ട്. ഇങ്ങനത്തെ കുറേ കാറ്റഗറീസും ഈ ഇൻ്റലക്ച്വലി എക്സെപ്ഷണൽ ചിൽഡ്രൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. അടുത്ത ഡിവിഷൻ ഫിസിക്കലി എക്സെപ്ഷണൽ ആണ്. ആദ്യം നമ്മൾ ഇൻ്റലക്ച്വലി എക്സെപ്ഷണൽ നോക്കി, രണ്ടാമത്തേത് ഫിസിക്കലി എക്സെപ്ഷണൽ ആണ്. അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഡെഫായിട്ടും ഡംബായിട്ടുള്ള കുട്ടികളൊക്കെ, ബ്ലൈൻഡ് ആൻഡ് നിയർ ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികൾ, ഓർത്തോപീഡിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾ, ചിൽഡ്രൻ വിത്ത് സ്പീച്ച് ഡിഫക്ട്സ് ഉള്ള കുട്ടികൾ. അടുത്ത ഡിവിഷൻ വരുന്നത് ഇമോഷണലി എക്സെപ്ഷണൽ ആയിട്ടുള്ള കുട്ടികളാണ്. അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഡെലിങ്ക്വൻറ്റ് ചൈൽഡ് എന്നൊക്കെ നമ്മൾ പറയും. അടുത്ത കാറ്റഗറി സോഷ്യലി എക്സെപ്ഷണൽ ആയിട്ടുള്ള കുട്ടികളെയാണ്. അതിൽ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ചിൽഡ്രൻ ആണ് വരുന്നത്. പിന്നെയുള്ളത് മൾട്ടി എക്സെപ്ഷണൽ ആണ്.
അത് ചിൽഡ്രൻ വിത്ത് മോർ ദാൻ വൺ ഡിഫിക്കൽട്ടി. അപ്പോൾ നമ്മൾ ഇൻ്റലക്ച്വൽ നോക്കി, ഫിസിക്കൽ നോക്കി, ഇമോഷണൽ ഉണ്ട്, സോഷ്യൽ ഉണ്ട്, അതേപോലെ തന്നെ മൾട്ടി എക്സെപ്ഷണൽ ചിൽഡ്രനും ഉണ്ട്. നമ്മൾ നോക്കാൻ പോകുന്ന കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ആണ് ഗിഫ്റ്റഡ് ചൈൽഡ്. ഇവരെ ദ ടാലൻറ്റഡ് ഓർ സുപ്പീരിയർ ചൈൽഡ് എന്ന് നമുക്ക് വിളിക്കാം. Children who demonstrate high performance capability in intellectual, creative, artistic or leadership areas or in specific academic fields and who require services or activities not ordinarily provided by the school to fully develop such capabilities. അപ്പം എല്ലാ മേഖലയിലും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുട്ടികളെ നമുക്ക് ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന് വിളിക്കാം, അല്ലേ? അവർക്ക് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കാര്യത്തിലായിക്കോട്ടെ, ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലായിക്കോട്ടെ, ആർട്ടിസ്റ്റിക്, ലീഡർഷിപ്പ്, ഇതുപോലുള്ള പല മേഖലയിലും അല്ലെങ്കിൽ ചില സ്പെസിഫിക് അക്കാഡമിക് ഫീൽഡിലൊക്കെ മികച്ച പ്രകടനം കാണിക്കുന്ന കുട്ടികളെയൊക്കെ നമുക്ക് ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് എന്ന് പറയാം. ഇവർക്ക് നമ്മൾ സാധാരണ രീതിയിൽ ക്ലാസ്സിൽ കൊടുക്കുന്ന കാര്യങ്ങളൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. അവർക്ക് സ്പെഷ്യലായിട്ട് അവരുടെ ലെവലിലുള്ള, അല്ലേ, അവർക്ക് മികച്ച രീതിയിൽ അവരുടെ ക്യാപ്പബിലിറ്റീസ് മൊത്തം കൊണ്ടുവരാൻ തക്കവണ്ണമുള്ള കാര്യങ്ങൾ വേണം നമുക്ക് ക്ലാസ്സിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. എ പേഴ്സൺസ് പെർഫോമൻസ് മസ്റ്റ് ബി കൺസിസ്റ്റൻറ്റ്, ഔട്ട്സ്റ്റാൻഡിങ്, ഡിസ്റ്റിങ്റ്റീവ്, റിമാർക്കബിൾ ആൻഡ് ക്ലിയർലി അബവ് ദ ആവറേജ് പെർഫോമൻസ് ഓഫ് അതേഴ്സ് ഇൻ ദ ഗ്രൂപ്പ് ടു ക്വാളിഫൈ ആസ് എൻ ഇൻഡിക്കേഷൻ ഓഫ് ഗിഫ്റ്റഡ്നെസ്. അപ്പോൾ എപ്പോഴെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളെ നമുക്ക് ഗിഫ്റ്റഡ് എന്ന് പറയാൻ പറ്റില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ ഗിഫ്റ്റഡ് എന്ന് വിളിക്കുക. അവരുടെ ആവറേജ് ആയിട്ടുള്ള കുട്ടികളിൽ നിന്നും ഭയങ്കര അതിമനോഹരമായിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കും ഈ കുട്ടികൾ കാണിക്കുക. സോ പൊതുവേ 140 അതിന് മുകളിലുള്ള ഐക്യമുള്ള കുട്ടികളെ നമുക്ക് ഗിഫ്റ്റഡ് എന്ന് വിളിക്കാം. എന്നാൽ നല്ല ഐക്യമുള്ള ആൾ മാത്രമേ ഗിഫ്റ്റഡ് ആവൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കുറച്ച് ലോ ഐക്യമുള്ള കുട്ടികൾക്കും അവരുടെ മേഖലയിൽ അവർ മികച്ചയായിട്ട്, അല്ലെ, എല്ലാ മേഖലയിലും പറ്റില്ലെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള ചില സ്പെസിഫിക് മേഖലകൾ ഉണ്ടാവും. അതിലവർ മികച്ചതായിട്ടുണ്ടെങ്കിൽ അവയെയും നമുക്ക് ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് എന്ന് വിളിക്കാം. എഡ്യൂക്കേഷൻ, ഇപ്പോൾ ഈ എക്സാംസിൽ നല്ല മാർക്ക് കിട്ടുക എന്നുള്ളത് മാത്രമല്ല ഗിഫ്റ്റഡ്. മറ്റ് പെർഫോമൻസ്, ഇപ്പോൾ കോ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലും നല്ല മികച്ച പ്രകടനം എപ്പോഴും കാണിക്കുകയാണ് എങ്കിൽ അവയെയും നമുക്ക് ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് എന്ന് വിളിക്കാൻ പറ്റും. ഗിഫ്റ്റഡ് സ്റ്റുഡൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. ഇൻ കമ്പാരിസൺ ടു ചിൽഡ്രൻ ഓഫ് ഹിസ് ഏജ് ഹി സുപ്പീരിയർ ഇൻ സം എബിലിറ്റി ഒരു ഗ്രൂപ്പ് ഓഫ് എബിലിറ്റീസ്. അപ്പോൾ സമപ്രായക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് കാഴ്ചവെക്കുക. സുപ്പീരിയർ ആയിരിക്കും എന്നർത്ഥം. ഹി ലേൺസ് റാപ്പിഡ്ലി ആൻഡ് ഈസിലി ആൻഡ് റീറ്റെയിൻസ് ഇറ്റ് വിത്തൗട്ട് മച്ച് ഡ്രിൽ. പെട്ടെന്ന് പഠിച്ചെടുക്കും. കുറേ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഹി നോസ് അബൌട്ട് മെനി തിങ്സ് ഓഫ് വിച്ച് മോസ്റ്റ് സ്റ്റുഡൻസ് ആർ അൺഅവെയർ. സമപ്രായക്കാരിൽ നിന്ന് അല്ലെങ്കിൽ ആൾക്കാർക്ക് അറിയുന്നതിനേക്കാളും കൂടുതൽ അറിവ് പല കാര്യത്തിലും പറ്റിയിട്ടും ഈ കുട്ടികൾക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്. He has a rich vocabulary marked by originality which he uses easily and accurately. അപ്പോൾ എന്താണ്, റിച്ച് വൊക്കാബുലറി ഉണ്ടാവും, പല വാക്കുകൾ അറിയും, പല കാര്യങ്ങളും അറിയും എന്നൊക്കെ നമുക്ക് പറയാം. He is extremely inquisitive and quick in understanding. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും, പല കാര്യങ്ങളും അറിയാനുള്ള താല്പര്യം ഭയങ്കര കൂടുതലായിരിക്കും. അതേപോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവും നന്നായിട്ട് ഉണ്ടാവും എന്നാണ് പറയുന്നത്. A gifted child is very original in his thinking. Uses good but unusual methods. അപ്പം എന്താണ്, ഒറിജിനാലിറ്റി ഓഫ് തിങ്കിങ് ഉണ്ടാവും, അല്ലേ? എന്താണ്, അൺയൂഷ്വൽ ആയിട്ടുള്ള, സാധാരണ ആൾക്കാർ ചിന്തിക്കുന്നതിൽ നിന്നും വ്യത്യസ്ത തരത്തിലൂടെ ചിന്തിച്ചിട്ടായിരിക്കും ആ ഒരു കാര്യം അയാൾ ചെയ്തെടുക്കുക. ഹീ ഈസ് അലേർട്ട്, കീൻലി ഒബ്സർവൻറ്റ് ആൻഡ് റെസ്പോൺസ് ക്വിക്ക്ലി. നല്ല ഇങ്ങനത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉണ്ടാവും. ഹിസ് സ്പാൻ ഓഫ് അറ്റൻഷൻ ഈസ് ബ്രോഡർ ആൻഡ് ഹീ ക്യാൻ പെർഫോം ഡിഫിക്കൾട്ട് മെൻറ്റൽ ടാസ്ക്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കാനും മനസ്സിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാനുള്ള കപ്പാസിറ്റിയും ഈ കുട്ടികളിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ കുട്ടികൾക്ക് സാധാരണ നമ്മൾ ക്ലാസ്സിൽ കൊടുക്കുന്ന രീതിയിൽ കൊടുത്താൽ അവർക്ക് ബെനിഫിഷ്യൽ ആവില്ല എന്നുള്ളത്. അപ്പം അങ്ങനെ തീരുമാനിക്കണമെങ്കിൽ, ഇവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ കാര്യങ്ങൾ തീരുമാനിക്കണമെങ്കിൽ ആദ്യം ഈ കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് വേണ്ടത്. ഏതൊക്കെ കുട്ടികളാണ് ഗിഫ്റ്റഡ് ആയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. ഗ്രൂപ്പ് ടെസ്റ്റ് ഓഫ് ഇൻ്റലിജൻസ് ഫോളോഡ് ബൈ ഇൻഡിവിജ്വൽ ടെസ്റ്റ് ഓഫ് ഇൻ്റലിജൻസ്.
അപ്പോൾ ആദ്യം ഗ്രൂപ്പായിട്ട് തന്നെ നമുക്ക് ഒരു ടെസ്റ്റ് നടത്താം. ഓക്കെ, അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കുറച്ച് ആൾക്കാരെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും, കുറച്ച് ഗ്രൂപ്പ്സിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. അതിനുശേഷം ഇൻഡിവിജ്വൽ, അതിലുള്ള എല്ലാവർക്കും ഇൻഡിവിജ്വൽ ടെസ്റ്റ് കൊടുക്കുക. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ കുട്ടികളാണ്, അവർക്ക് ആ ടെസ്റ്റിൽ കിട്ടിയ സ്കോർസ് അനുസരിച്ച് നമുക്ക് അവരെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ കുട്ടികളാണ് ഗിഫ്റ്റഡ് ആയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. സ്റ്റാൻഡർഡൈസ്ഡ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ഓർ ക്രിയേറ്റിവിറ്റി ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. സ്കൂൾ മാർക്സ് ആൻഡ് ക്യുമുലേറ്റീവ് റെക്കോർഡ്സ് ഓഫ് പ്യൂപ്പിൾസ് അച്ചീവ്മെൻറ്റ്സ്. അപ്പോൾ സ്കൂളിൽ നമുക്ക് കിട്ടുന്ന മാർക്കും ഇത്രയും കാലങ്ങളായിട്ട് അവർക്ക് മറ്റു ക്ലാസ്സുകളിൽ നിന്ന് കിട്ടി വന്ന കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഒരു കുട്ടി ഗിഫ്റ്റഡ് ആണോ അല്ലയോ എന്നുള്ളത്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ഇൻവെൻറ്ററി, അനക്ഡോട്ടൽ റെക്കോർഡ്സ്, ഒപ്പീനിയൻസ് ആൻഡ് റിപ്പോർട്ട്സ് ഓഫ് ഫ്രണ്ട്സ് ആൻഡ് ടീച്ചേഴ്സ്. ഈ കാര്യങ്ങളിലൂടെ നമുക്കൊരു കുട്ടി ഗിഫ്റ്റഡ് ആണോ അല്ലയോ എന്നറിയാം. ദ ടീച്ചർ ഓൺ ദ ബേസിസ് ഓഫ് ഹിസ് ഒബ്സർവേഷൻ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ക്ലാസ് റൂം. Psychologists demarcate between the average and gifted children on the basis of their IQ. അപ്പോൾ IQ വെച്ചിട്ടാണ് ഗിഫ്റ്റഡ് ചിൽഡ്രനെ സൈക്കോളജിസ്റ്റ് മാർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മൾ പക്ഷെ നേരത്തെ പറഞ്ഞു അല്ലേ, ഹൈ IQ ഉണ്ടാവണമെന്നില്ല. Some consider children with IQ of 125 and above as gifted, while others raise the limit to 135 or 140. So, ഒരു സ്ട്രിക്റ്റ് IQ അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ഡിവിഷൻ നമുക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല. ചിലവർ ചില റേഞ്ച് ഓഫ് IQ പറയുന്നുള്ളതേ ഉള്ളൂ. The criterion is quite arbitrary and not universal. However, an IQ of 130 or above is usually accepted as the most agreed criterion for identifying the gifted children. അപ്പോൾ മോസ്റ്റ് റഫ്ലി നമുക്ക് 130 ഒക്കെ പറയാം, അല്ലെങ്കിൽ നല്ല ഹൈ IQ വേണമെന്നുമില്ല അല്ലെ. 125 ആൻഡ് അബോവും ഉള്ളവരെയും നമുക്ക് ഗിഫ്റ്റഡ് ആയിട്ട് കണക്കാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ കുട്ടികൾക്ക് നമ്മൾ സാധാരണ ക്ലാസ്സിൽ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ക്യാപ്പബിലിറ്റീസ് ഒന്നും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഈ കുട്ടികൾക്ക് എന്താണ് ശരിക്കും ആവശ്യമുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അല്ലേ. അപ്പോൾ അവരുടെ നീഡ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ദ നീഡ് ഫോർ നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക, പുതിയ കാര്യങ്ങൾ അറിയുക, അത് മനസ്സിലാക്കുക എന്ന കാര്യങ്ങളായിരിക്കും ഇവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. ദ നീഡ് ഫോർ ക്രിയേറ്റിവിറ്റി ആൻഡ് ഇൻജെന്യൂറ്റി അല്ലേ, അവർക്ക് അവരുടെ മനസ്സിലുള്ള ഐഡിയാസും കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ളത്, ക്രിയേറ്റീവായിട്ട് പല കാര്യങ്ങളും ചെയ്യാനുള്ളൊരു അവസരമൊക്കെ നമുക്ക് ക്ലാസ് റൂമിൽ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. ദ നീഡ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഹിസ് എക്സെപ്ഷണൽ എബിലിറ്റീസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പല മേഖലയിലും ഭയങ്കര അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കഴിവുള്ള കുട്ടികളാണ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ. അപ്പോൾ അവർക്ക് അവരുടെ എബിലിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യാനും അത് കാണിക്കാനും ഒക്കെയുള്ളൊരു അവസരം നമുക്ക് ക്ലാസ് റൂമിൽ ഉണ്ടാക്കി കൊടുക്കണം. ദ നീഡ് ഫോർ സെൽഫ് ആക്ച്വലൈസേഷൻ ഓർ സെൽഫ് എക്സ്പ്രഷൻ. പറയുന്ന കാര്യങ്ങൾ ഏകദേശം സിമിലർ തന്നെയാണ്. അവരുടെ എബിലിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യുക, അവരുടെ ആ നോളജിനോടുള്ള തേഴ്സ്റ്റ് ഒക്കെ അടക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, അവരുടെ ഐഡിയാസും കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക. നമ്മുടെ ക്ലാസ് റൂമിൽ ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം മെജോറിറ്റി നമ്മുടെ ക്ലാസ്സിൽ ആവറേജ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ട രീതിയിലുള്ള കുട്ടികൾക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ക്ലാസ് റൂമിൽ ചെയ്യുക. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാണ്ട് പോകുന്നത് ഈ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാണ്ട് വരും. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രോബ്ലംസ് ഈ കുട്ടികളും ഫേസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രോബ്ലംസ് അറൈസിങ് ഫ്രം ദ ഫ്രസ്ട്രേഷൻ ഓഫ് സ്പെഷ്യൽ നീഡ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പുതിയ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്, അത് ഇവരുടെ ലെവൽ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ആവറേജിന് കൊടുക്കുന്ന ലെവലല്ല, കുറേ കൂടെ ഹയർ ലെവലിലുള്ള കാര്യങ്ങളായിരിക്കും ഈ കുട്ടികൾക്ക് വേണ്ടി വരിക. അപ്പോൾ അത് കിട്ടാണ്ട് വരുന്ന സമയത്ത് അല്ലേ, ഇവരുടെ ക്യാപ്പബിലിറ്റീസ് ചാലഞ്ച് ചെയ്യുന്ന രീതിയിലുള്ളതല്ലാത്ത സാധാരണയായിട്ടുള്ള ഇവർക്ക് സിമ്പിളാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളെപ്പോഴും ക്ലാസ് റൂമിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾ ഫ്രസ്ട്രേറ്റഡ് ആവും അല്ലേ. ഇവർക്ക് ഇവരുടെ ഇമോഷണലി മെൻ്റലി ഇവരെ ശ്രദ്ധിക്കുന്നില്ല, ഇവർക്ക് വേണ്ട സാധനങ്ങൾ ഇവർക്ക് കിട്ടുന്നില്ല, ആ ഫ്രസ്ട്രേഷൻ കുട്ടിക്ക് ഉണ്ടാവും. അത് ഈ കുട്ടികളെ ഒരു പ്രോബ്ലം ചൈൽഡ് ആക്കാനും സാധ്യതയുണ്ട് അല്ലേ. ഇവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും ആവുന്നില്ല, എല്ലാം ഇവർക്ക് സിമ്പിളാണ്, ബാക്കി ഇവർക്ക് ഒരുപാട് സമയം ബാക്കിയുണ്ട്, ഇവർക്ക് മറ്റു കുട്ടികളെ പോലെ കുറേ എഴുതി വായിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ബാക്കി സമയം എന്ത് ചെയ്യും, ഈ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും തോണ്ടാനും ഇതൊക്കെ ആയിട്ട് പോവും, ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പ്രോബ്ലംസ് അറൈസിങ് ഫ്രം ദ ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്.
സോ നമ്മൾ പറഞ്ഞു ഈ കുട്ടികൾ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും, പുതിയ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും ഒക്കെ ഭയങ്കര താല്പര്യം ഉണ്ടാവും. ഇപ്പോൾ യൂഷ്വലി നമുക്ക് കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ചോദ്യം ചോദിക്കുന്ന ആൾക്കാരെയൊന്നും ടീച്ചേഴ്സിനൊന്നും ഇഷ്ടമല്ല, പാരൻസിനും ഇഷ്ടമല്ല. നീ അധികം ചോദ്യമൊന്നും ചോദിക്കേണ്ട, അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ നമ്മളവരെ മിണ്ടാണ്ടിരുത്തിപ്പിക്കും അല്ലേ. അപ്പോൾ ആ കുട്ടികൾക്ക് എന്താണ് തോന്നുന്നത്, ഒരു കൈൻഡ് ഓഫ് ഇൻസെക്യൂർ ആയിരിക്കും, ദേ വിൽ ഫീൽ റിജക്റ്റഡ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ കുട്ടീനെ ആരും മനസ്സിലാക്കുന്നില്ല, ആ കുട്ടിക്ക് വേണ്ടത് രീതിയിൽ ആരും അവരെ ട്രീറ്റ് ചെയ്യുന്നില്ല എന്നുള്ള തോന്നലുകളൊക്കെ ആ കുട്ടിയിലുണ്ടാവും. അതും കുട്ടീനെ നന്നായിട്ട് മോശമായിട്ട് തന്നെ അഫക്റ്റ് ചെയ്യും. പ്രോബ്ലംസ് അറൈസിങ് ഫ്രം അൺഡ്യൂ അറ്റൻഷൻ ആൻഡ് അപ്രിസിയേഷൻ. സോ ഈ കുട്ടിക്ക് വേണ്ട അറ്റൻഷനും അപ്രിസിയേഷനും ഒന്നും ചിലപ്പോൾ കിട്ടാണ്ട് പോകും അല്ലേ. ഈ കുട്ടിക്ക് എന്താണ്, ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുട്ടിയാണ്, ഈ കുട്ടിയുടെ സുപ്പീരിയോറിറ്റീനെ കുറിച്ച് ഭയങ്കര മതിപ്പാവുകയും അതുകൊണ്ട് തന്നെ ഒരു അരിസ്റ്റോക്രാറ്റിക് ആയിട്ടുള്ള ഭയങ്കര അതോറിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കുട്ടി ഡെവലപ്പ് ചെയ്തെടുക്കുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ മറ്റാരെയും അടുപ്പിക്കാണ്ട് ഞാൻ മതി, ഞാനുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അത്രയൊന്നുമില്ല നിങ്ങൾ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡൊക്കെ കുട്ടികളിൽ ഉണ്ടാവാം. അപ്പം അതുകൊണ്ട് തന്നെ മറ്റു കുട്ടികളൊന്നും മണ്ടന്മാരാണ്, ഇവൻ്റെ അത്രയും ബുദ്ധിയൊന്നും ഇല്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് കുട്ടിയിലുണ്ടാവും. അത് എന്തുണ്ടാക്കും, മറ്റു കുട്ടികൾ ഇവരൊന്നും കൂട്ടൂല, ഇവരെ മാറ്റി നിർത്തും എന്ന രീതിയിലാവും. അപ്പോൾ സോഷ്യൽ ഐസൊലേഷനിലേക്ക് ഈ കുട്ടി മാറും. അപ്പം അങ്ങനെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഡ്രോൺ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട്, അല്ലെങ്കിൽ ഭയങ്കര എഗ്രസീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി കുട്ടി ഡെവലപ്പ് ചെയ്തെടുക്കും. അതുകൊണ്ട് തന്നെ കുട്ടീൻ്റെ ഉള്ളിൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ബിഹേവിയറൽ പ്രോബ്ലംസും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പ്രോബ്ലംസ് അറൈസിങ് ഫ്രം നോൺ ചാലഞ്ചിങ് ക്ലാസ് വർക്ക്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു, ആവറേജ് കുട്ടികൾക്ക് വേണ്ട രീതിയിലുള്ള ക്ലാസ് വർക്കാണ് നമ്മൾ ക്ലാസ്സിൽ കൊടുക്കുക. അത് ഈ കുട്ടികൾക്ക് ചലഞ്ചിങ് ആയിരിക്കില്ല. ഈ കുട്ടികളുടെ ടാലൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ട സംഭവങ്ങളൊന്നും ക്ലാസ്സിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. സാധാരണ ക്ലാസ് റൂമിൽ പറ്റില്ല, കാരണം നമുക്ക് മെജോറിറ്റി ഉള്ളത് ആവറേജ് കുട്ടികളാണ്. അവർക്ക് ടഫായിട്ടുള്ള കൊടുക്കുവാണെങ്കിൽ അവർക്കും പഠിത്തം മടുക്കും അല്ലേ. അപ്പോൾ എല്ലാം നമ്മൾ നോക്കണം. അപ്പോൾ ഈ കുട്ടികൾക്ക് എന്താണ്, ക്ലാസ് റൂമും ആക്ടിവിറ്റീസൊക്കെ ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നി തുടങ്ങും, ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും, ഭയങ്കര കെയർലെസ് ആയിരിക്കും, വെറുതെ ഇരിക്കുന്നുണ്ടാവും, ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കൊന്നുമില്ല, കാരണം ഇതൊക്കെ എനിക്ക് അറിയാം എന്നുള്ള ആറ്റിറ്റ്യൂഡായിരിക്കും ആ കുട്ടിക്ക് ഉണ്ടാവുക. അപ്പം ബാക്കി എക്സ്ട്രാ ടൈമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ മറ്റ് കുരുത്തക്കേടിനൊക്കെ ഈ കുട്ടി പോയെന്ന് വരാം. അപ്പം ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഗിഫ്റ്റഡ് ചിൽഡ്രൻ്റെ നീഡിനെയും അവരുടെ പ്രോബ്ലംസും ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി ഇവർക്ക് എങ്ങനെയാണ്, എന്ത് തരത്തിലാണ് മികച്ച വിദ്യാഭ്യാസം നൽകാൻ പറ്റുക എന്നും കൂടെ നമുക്ക് നോക്കാം. ഒന്ന്, സെപ്പറേറ്റ് സ്കൂൾ ആണ്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് സ്കൂൾസൊക്കെ കൊടുക്കാം. അവർക്ക് ആവശ്യമുള്ള ഫെസിലിറ്റിയും സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സും അങ്ങനത്തെ കാര്യങ്ങൾ, അവർക്ക് കൃത്യമായിട്ട് അവരെ ഗൈഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഒരു സ്പെഷ്യൽ സ്കൂൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം. പക്ഷേ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞ് ഇങ്ങനത്തെ സ്കൂൾസ് എന്നെല്ലാം പറഞ്ഞാൽ അത്രയും ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു പരിപാടിയല്ല. കാരണം ഈ ഒരു സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് സാധാരണ സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ ഇവരുടെ ഉള്ളിലൊരു സുപ്പീരിയോറിറ്റി ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും അല്ലേ. ഇവർ വലിയ ആരോ ആണ്, ഇവർക്ക് എന്തൊക്കെയോ ഭയങ്കരമായിട്ടുണ്ട്, മറ്റവരൊക്കെ മണ്ടന്മാരാണ് എന്ന തോന്നൽ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ആ കുട്ടികളും സാധാരണ ആവറേജ് ആയിട്ടുള്ള കുട്ടികളും ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളും തമ്മിൽ ഭയങ്കര ഗ്യാപ്പ് ഉണ്ടാവാൻ അവിടെ സാധ്യതയുണ്ട്. അപ്പം അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് നമുക്ക് പറയാം. പിന്നെ ഒന്ന് എബിലിറ്റി ഗ്രൂപ്പിംഗ് ആണ്. അപ്പോൾ ഈ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെ അല്ലെങ്കിൽ മൊത്തമായിട്ടുള്ള കുട്ടികളെ നമുക്ക് പല ഗ്രൂപ്പായിട്ട് തിരിക്കാം അവരുടെ എബിലിറ്റീസിനെ വെച്ചുകൊണ്ട്. ഹൈ എബിലിറ്റി, മീഡിയം എബിലിറ്റി, ലോ എബിലിറ്റി എന്നുള്ള രീതിയിൽ റഫായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാവുന്നതാണ്. അപ്പം ഹൈ എബിലിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഒരു ക്ലാസ് റൂമിലായിട്ട് വരും, ആവറേജ് ആയിട്ടുള്ള കുട്ടികളൊക്കെ മറ്റൊരു ക്ലാസ് റൂമിലും, എന്നാൽ കുറച്ച് ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ മറ്റൊരു ക്ലാസ്സായിട്ടും വരും. അപ്പം അങ്ങനെയാണെങ്കിൽ അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഓരോരോ ക്ലാസ്സിലും അവർക്ക് വേണ്ട രീതിയിലുള്ള എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കാവുന്നതാണ്. അപ്പം ഇങ്ങനെ അല്ലാണ്ട് നമ്മൾ ഒരു ക്ലാസ്സിൽ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു ക്ലാസ് ആണ് എങ്കിൽ അവിടെ നമ്മളൊരു ഗ്രൂപ്പ് ആക്കുമ്പോൾ സമയത്ത് അതിൽ ആവറേജ് കുട്ടികളുണ്ടാവും, കുറച്ച് ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും, ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. ഇവർ പരസ്പരം സഹായിച്ചും സഹകരിച്ചും ഒക്കെ ഇവർക്ക് മെച്ചപ്പെടാൻ പറ്റും. ഗിഫ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ആവറേജ് ആയിട്ടുള്ള കുട്ടികളെയും ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികളെയും സഹായിക്കാനും അവർക്ക് പലതും പറഞ്ഞു കൊടുക്കാനും ഒക്കെ സാധിക്കും. പക്ഷെ ഇങ്ങനെ 3 ക്ലാസ് റൂമൊക്കെ ആയിട്ട് മാറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ
പല വേറെ വേറെ ക്ലാസ്സസ് ആയിട്ട് മാറ്റാവുന്ന സമയത്ത് ആവറേജ് കുട്ടികൾക്കും ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികൾക്കും ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളുടെ സഹായം ഒന്നും കിട്ടാണ്ട് വരും. അവർ തമ്മിലുള്ള ഗ്യാപ്പ് കൂടി തന്നെ വരും. സ്പെഷ്യൽ സ്കൂൾസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇങ്ങനത്തെ ഒരു എബിലിറ്റി ഗ്രൂപ്പിങ്ങും ഒരു തരത്തിൽ നെഗറ്റീവ് ആണ് എന്ന് നമുക്ക് പറയാം. പക്ഷെ ഇതും ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ബെനിഫിഷ്യൽ ആണ്. കാരണം അവർക്ക് വേണ്ട തരത്തിലുള്ള മെറ്റീരിയൽസ് ഒക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ക്ലാസ് റൂം ആവുന്ന സമയത്ത് അവർക്ക് കിട്ടുന്നുള്ളതാണ്. ആക്സിലറേഷൻ ഓർ ഡബിൾ പ്രൊമോഷൻ. ആക്സിലറേഷൻ എന്ന് പറയുന്നത് സ്പീഡിങ് അപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് പറയുക. കാരണം അവർക്ക് കുറേ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറയേണ്ടതും റിപ്പീറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവാം. അപ്പം ഡബിൾ പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ക്ലാസ്, ആ ക്ലാസ്സിലത്തെയും മറ്റു കാര്യങ്ങളൊക്കെ കുട്ടികൾ പെട്ടെന്ന് തന്നെ പഠിച്ചെടുത്തു. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരു ക്ലാസ് വിട്ടിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ കൊടുക്കാം കുട്ടികൾക്ക്. അപ്പം അങ്ങനെ ആകുമ്പം ഹീസ് കണ്ടിന്യൂസ്ലി ചാലഞ്ച്ഡ്. അവന് വേണ്ട കാര്യങ്ങൾ അവന് പെട്ടെന്ന് പഠിച്ചു പോകാൻ പറ്റുന്നുണ്ട്. മറ്റു കുട്ടികൾക്ക് വേണ്ട അത്രയും സമയം ഈ കുട്ടിക്ക് വേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഡബിൾ പ്രൊമോഷൻ ഇവിടെ പറയുന്നത്. എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം. സാധാരണ കരിക്കുലത്തിൽ നിന്നും എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ അഡ്വാൻസ്ഡ് വർക്ക് കുട്ടികൾക്ക് കൊടുക്കും, എക്സ്ട്രാ അസൈൻമെൻറ്റ്സും കൊടുക്കും. സാധാരണ രീതിയിൽ കിട്ടുന്നതിനേക്കാളും ഒരുപാട് എക്സ്പീരിയൻസ് അതും ആ കുട്ടികൾക്ക് വേണ്ട അഡ്വാൻസ്ഡ് ലെവലിൽ തന്നെ നമുക്ക് ആ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ക്ലാസ് വർക്കിൽ മാത്രമല്ല മറ്റ് ക്ലബ്ബ് പരിപാടി, ഇപ്പോൾ സയൻസ് ക്ലബ്ബ്, സ്പോർട്സ് ക്ലബ്ബ്, അങ്ങനത്തെ കാര്യങ്ങൾ, ലിറ്റററി അല്ലെങ്കിൽ ഡിബേറ്റിംഗ്, അങ്ങനത്തെ കാര്യങ്ങൾ, മ്യൂസിക്, ആർട്ട്, അങ്ങനെ ഒരുപാട് മേഖലയിലും ഈ കുട്ടികൾക്ക് ഇൻവോൾവ് ആവാൻ ഈ എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാമിലൂടെ സാധിക്കും എന്നുള്ളതാണ്. ട്രിപ്പിൾ ട്രാക്ക് പ്ലാൻ. അപ്പോൾ ട്രിപ്പിൾ ട്രാക്ക് പ്ലാൻ എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് സ്കീമാണ്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ കോണ്ടന്റ്, ഒരേ കരിക്കുലം ഉണ്ടാവും. അത് ഈ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ചെറിയൊരു പീരീഡിൽ കംപ്ലീറ്റ് ചെയ്ത് തീർക്കാം. ആവറേജ് കുട്ടികൾക്ക് കുറച്ചുകൂടെ സമയം എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യാം. മറ്റു കുട്ടികൾക്ക് കുറച്ചുകൂടെ പുറകോട്ടായിട്ടുള്ള കുട്ടികൾക്ക് കുറേ കൂടെ സമയം എടുത്തിട്ട് ലാർജർ പീരീഡിൽ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള തരത്തിൽ ഫ്രെയിം ചെയ്യുന്ന ഒരു സ്കീമാണ് ട്രിപ്പിൾ ട്രാക്ക് പ്ലാൻ എന്ന് പറയുന്നത്. വേണമെങ്കിൽ അതും അഡോപ്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. സമ്മർ സ്കൂൾസ് കുട്ടികൾക്ക് കൊടുക്കാം. അതായത് ഇത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണ്. സമ്മർ വെക്കേഷൻ്റെ സമയത്ത് ഈ അഡ്വാൻസ്ഡ് ആയിട്ട് ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് സെപ്പറേറ്റ്ലി നമുക്ക് നടത്തി കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് സമ്മർ സ്കൂൾസ് എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലയിടത്തു നിന്നും, പല സ്റ്റേറ്റിൻ്റെ പല ഭാഗത്തിൽ നിന്നും കുട്ടികളെ ഒന്നിച്ച് കൊണ്ടുവന്നിട്ട് അവർക്ക് ബെസ്റ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും, ബുക്സ് ആയിക്കോട്ടെ, എക്സ്പെർട്ട് ഗൈഡൻസ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, അവർക്ക് വേണ്ട കോണ്ടൻറ്റ്സ്, അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് കുട്ടികൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഈ വെക്കേഷൻ ടൈമിലും കൂടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. സ്കൂൾ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഈ വെക്കേഷൻ ടൈമിൽ, സമ്മർ വെക്കേഷൻ ടൈമിൽ കുട്ടികൾക്ക് സമ്മർ സ്കൂൾസ് കൊടുക്കുകയാണെങ്കിൽ ഈ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ ആവശ്യകത കേറ്റർ ചെയ്യാൻ നമുക്ക് സാധിക്കും. അവർക്ക് വേണ്ട ഇൻഫർമേഷനും വേണ്ട ഗൈഡൻസും ഒക്കെ അവർക്ക് ഇതിലൂടെ കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക. അവരുടെ നീഡ്സും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ക്ലാസ് റൂം എന്ന് പറയുന്ന ഒരു ഹെറ്ററോജനസ് ഗ്രൂപ്പാണ്. ആവറേജ് കുട്ടികളാണ് മെജോറിറ്റി വരുന്നതെങ്കിലും അതേ ക്ലാസ്സിൽ തന്നെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളും ഉണ്ടാവും, എന്നാൽ ബാക്ക്വേർഡ് ആയിട്ട് കുട്ടികളും ഉണ്ടാവും. അവരൊന്നും ശ്രദ്ധിക്കാണ്ട് പോയാൽ അവർ പുറകോട്ട് പോകത്തേ ഉള്ളൂ, അവരുടെ എബിലിറ്റീസ് ഉപയോഗിക്കാണ്ട് വരുവേ ഉള്ളൂ. സോ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കാറ്റഗറിയാണ് ബാക്ക്വേർഡ് ചൈൽഡ് എന്ന കാറ്റഗറി. ഈ കുട്ടികളെ നമ്മൾ സ്ലോ ലേണേഴ്സ് എന്നും വിളിക്കും. കൂടുതൽ നമുക്ക് നോക്കാം. A backward child is one who, compared with other children of the same age, shows marked educational deficiency. അപ്പോൾ ഒരു കുട്ടിയുടെ അതേ പ്രായത്തിലുള്ള കുട്ടീനേക്കാളും ഒരുപാട് പുറകോട്ട് നിൽക്കുന്ന കുട്ടികളെയാണ് നമ്മൾ ബാക്ക്വേർഡ് ചൈൽഡ് എന്ന് വിളിക്കുക. ബാക്ക്വേർഡ്നെസ് in general is applied to cases where their educational attainment falls below the level of their natural abilities. സോ അവർക്ക് കഴിവുണ്ട്, അവരുടെ നാച്ചുറൽ എബിലിറ്റീസിനെക്കാളും പുറകോട്ട് അവരുടെ ഈ അച്ചീവ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ് ആ കുട്ടികളെ നമ്മൾ ബാക്ക്വേർഡ് ചിൽഡ്രൻ എന്ന് വിളിക്കുക. The IQ of slow learners usually ranges from 70 to 90. ഇപ്പോൾ 70യും 90നും ഇടയിലായിരിക്കും ഈ കുട്ടികളുടെ IQ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവരെന്തായിരിക്കും സ്കൂളിലുള്ള വർക്കിനേക്കാളും ലാഗായിരിക്കും അവർക്ക് പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. They are unable to deal successfully with abstract materials.
സോ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചെടുത്തിട്ട് പഠിക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് കണ്ട് തൊട്ട് കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനായിരിക്കും കുറെ കൂടെ എളുപ്പം. അതുകൊണ്ട് തന്നെ ഈ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ അവരിപ്പം കൂടുതൽ തവണ ഒരേ ക്ലാസ്സിൽ പഠിക്കേണ്ട അവസ്ഥയൊക്കെ വരുന്നുണ്ട്. കാരണം അവർക്ക് പഠിച്ച് മനസ്സിലാക്കാൻ സാധിക്കാണ്ടൊക്കെ വരാറുണ്ട്. Their reasoning ability is inferior to that of the normal children. അവരുടെ റീസണിങ് എബിലിറ്റിയും മറ്റ് കുട്ടികളെക്കാളും നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സാധാരണ ആവറേജ് ആയിട്ടുള്ള കുട്ടികളെക്കാളും പുറകോട്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. Their span of attention is relatively shorter. ശ്രദ്ധിച്ചിരിക്കാൻ കഴിയാണ്ട് വരിക, കുറേ നേരത്തൊന്നും ശ്രദ്ധിച്ചിരിക്കാൻ കഴിയാണ്ടൊക്കെ വരും ഈ കുട്ടികൾക്ക്. അപ്പോൾ ഇവിടെ പറഞ്ഞു ഈ കുട്ടികൾക്ക് IQ കുറവായിരിക്കും, ഇൻ്റലിജൻസ് കുറവായിരിക്കും എന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ IQ കുറവായതുകൊണ്ടാണ് ഈ കുട്ടി ബാക്ക്വേർഡ്, അല്ലെങ്കിൽ IQ കുറവായതുകൊണ്ട് മാത്രമാണ് ഒരു കുട്ടി ബാക്ക്വേർഡ് ആവുക, ഇൻ്റലിജൻസ് കുറവായതുകൊണ്ട് മാത്രമാണ് ഒരു കുട്ടി ബാക്ക്വേർഡ് ആവുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബാക്ക്വേർഡ് ആവാൻ മറ്റ് പല കാരണങ്ങളും ഉണ്ടാവാം. ബാക്ക്വേർഡ് ചിൽഡ്രൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കൊന്ന് നോക്കാം. He is a slow learner and feels difficulty in keeping pace with the normal school work. അപ്പോൾ പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, മെല്ലെ മെല്ലെ ആയിരിക്കും പഠിച്ചെടുക്കുക, പേസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിലേക്ക് ഈ കുട്ടിക്ക് എത്തിപ്പെടാൻ പറ്റണമെന്നില്ല, അത്രയും പുറകോട്ടായിരിക്കും കുട്ടി ഉണ്ടാവുക. ഹിസ് എഡ്യൂക്കേഷണൽ അറ്റൈൻമെൻറ്റ് ഫോൾസ് ബിലോ ഹിസ് നാച്ചുറൽ എബിലിറ്റീസ്. സോ കഴിവുണ്ട്, പക്ഷെ ഈ കുട്ടിയുടെ പെർഫോമൻസ് അതിനൊത്ത് വരുന്നില്ല എന്നുള്ളതാണ്. He falls far behind other children of his age in matters of study. പഠന കാര്യത്തിൽ ഇവൻ്റെ അതേ പ്രായമുള്ള കുട്ടികളെക്കാളും പുറകോട്ടായിരിക്കും ഈ കുട്ടി ഉണ്ടാവുക. He shows educational impoverishment. അതായത് പഠനത്തിൽ പുറകോട്ടാണ് എന്നർത്ഥം. His span of attention and concentration are short and has short reaction time. അപ്പം എന്താണ്, കോൺസെൻട്രേഷൻ അധികം കൊടുക്കാൻ പറ്റില്ല, റിയാക്ഷൻ ടൈം കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മനസ്സിലായിട്ട് റിയാക്ട് ചെയ്യുക, അതൊക്കെ സമയം എടുത്തിട്ടായിരിക്കും ഈ കുട്ടി ചെയ്യുക, അതായത് മനസ്സിലാവാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഹിസ് എബിലിറ്റി ടു ഇവാലുവേറ്റ് മെറ്റീരിയൽസ് ഫോർ റെലവൻസി ഇസ് ലിമിറ്റഡ് ആൻഡ് ഹാസ് ഗോട്ട് ലിമിറ്റഡ് പവർ ഓഫ് സെൽഫ് ഡയറക്ഷൻ. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാൻ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. എല്ലാം ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് ആവശ്യമുള്ളതാണോ, ഇത് ഇന്നന്നെയാണോ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാൻ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് സെൽഫ് ഡയറക്ഷൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ധാരണ ആ കുട്ടിക്ക് ഉണ്ടാവാണ്ട് വരും. 2 തരത്തിലുള്ള ബാക്ക്വേർഡ്നെസ് ആണ് ഉണ്ടാവുക. ഒന്ന് ജനറൽ ബാക്ക്വേർഡ്നെസ് ആണ്. ദ ചൈൽഡ് ഹു ഈസ് ഫൗണ്ട് ടു ബി വീക്ക് ഇൻ ഓൾ സബ്ജക്ട്സ് ഓഫ് ദ സ്കൂൾ കരിക്കുലം. മൊത്തത്തിൽ ആ കുട്ടി പുറകോട്ടാണ് നിൽക്കുന്നത്. അതാണ് ജനറൽ ബാക്ക്വേർഡ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സ്പെസിഫിക് ബാക്ക്വേർഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ചൈൽഡ് ഹു ലാക്സ് ബിഹൈൻഡ് ഇൻ 1 or 2 സ്പെസിഫിക് സബ്ജക്ട്സ് ഓൺലി. ചില വിഷയങ്ങളിൽ, ഇപ്പോൾ മാത്സിൽ അല്ലെങ്കിൽ ഫിസിക്സിൽ മാത്രം പുറകോട്ടാണ്. അപ്പോൾ ചില വിഷയങ്ങളിൽ മാത്രം പുറകോട്ട് നിൽക്കുന്ന കുട്ടികളാണ്. ബാക്കിയുള്ള വിഷയങ്ങളിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കുട്ടി വരിക സ്പെസിഫിക് ബാക്ക്വേർഡ്നെസ്സിലാണ്. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ബാക്ക്വേർഡ്നെസ് ഉണ്ടാവുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഒന്ന് ഫിസിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ്. അപ്പം ജനറലി നമ്മൾ നോക്കുവാണെങ്കിൽ ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികൾ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഡെവലപ്മെൻ്റൽ ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ഡിസോർഡേഴ്സ്, റിട്ടാർഡേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് പുവർ ഹെൽത്ത് ആയിരിക്കും ഉണ്ടാവുക, എന്തെങ്കിലുമൊക്കെ ക്രോണിക് ഡിസീസസ് അവർക്ക് ഉണ്ടാവും, എന്തെങ്കിലും ഫിസിക്കൽ എയിൽമെൻ്റ് ഉണ്ടാവും, ബോഡിലി ഡിഫക്ട്സും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവുന്നത് സാധാരണമാണ്. അവർക്ക് കാഴ്ച കുറവുണ്ടാവും, കേൾവി കുറവുണ്ടാവാം, സംസാരശേഷിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം. അങ്ങനത്തെ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉള്ള കുട്ടികൾക്കും ഈ ബാക്ക്വേർഡ്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഇൻ്റലക്ച്വൽ ഫാക്ടേഴ്സും ബാക്ക്വേർഡ്നെസ്സിന് കാരണമാവും. ഇപ്പോൾ ചില കുട്ടികൾക്ക് ജനിക്കുമ്പോൾ തന്നെ ഇൻ്റലക്ച്വൽ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉള്ള അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇൻ്റലക്ച്വലി ഡെവലപ്മെൻറ്റ് നടക്കാണ്ടൊക്കെ ജനിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരും സ്വാഭാവികമായിട്ട് ബാക്ക്വേർഡ് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർക്ക് മനസ്സിലാക്കാൻ, ക്ലാസ്സിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, പ്രോബ്ലം സോൾവിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അവർ പഠനത്തിൽ സ്ലോ ലേണിംഗ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട്. ഓർത്തെടുക്കാനുള്ള ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവും, അവർക്ക് ഇമോഷണൽ ഇംബാലൻസ് ഉണ്ടാവും, അതൊക്കെ സോഷ്യൽ മാൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. ഇതൊക്കെ ബാക്ക്വേർഡ്നെസ്സിനും കാരണമാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. മറ്റൊരു ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഫാമിലി ഫാക്ടേഴ്സ് ആണ്.
അപ്പോൾ പാവപ്പെട്ട കുടുംബത്തിൽ ജനിക്കുന്ന വളരെ പാവപ്പെട്ട കുടുംബത്തിലൊക്കെ ജനിക്കുന്ന കുട്ടികൾക്ക് ഒന്നെങ്കിൽ അവർക്ക് എഡ്യൂക്കേഷൻ തന്നെ കിട്ടിയെന്ന് വരില്ല, അതോടൊപ്പം തന്നെ ബേസിക് ആയിട്ട് നല്ല കണ്ടീഷനിൽ ജീവിക്കുന്ന കാര്യം പോലും അവർക്ക് ബുദ്ധിമുട്ടാണ്. പോവേർട്ടി ആയിരിക്കാം, ഫാമിലി പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം, അൺഹൈജീനിക് ആയിട്ടുള്ള എൻവയൺമെൻ്റ് ആയിരിക്കാം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളും അതൊക്കെ ഇവരുടെ ഹെൽത്തിനും മാൽന്യൂട്രീഷനും ഒക്കെ ഉണ്ടാവാൻ ഇതൊക്കെ കാരണമാണ് അല്ലേ. അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവും. ഇതും ഇവരുടെ ലേണിംഗ് കപ്പാസിറ്റീനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. പോവേർട്ടി മാത്രമല്ല, ഇൻ്റലക്ച്വൽ ഇൻഫീരിയോറിറ്റി ആൻഡ് ഇല്ലിറ്ററസി ഓഫ് പാരൻസും ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇവർ ബാക്ക്വേർഡ് ആവാൻ വേണ്ടിയിട്ട് ഈ കാരണങ്ങളും പാരൻസിൻ്റെ ഇല്ലിറ്ററസിയും കാര്യങ്ങളും കൂടെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. കാരണം അവർക്ക് ഈ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് ഒന്നും അറിയണം എന്നില്ല. അപ്പോൾ കുട്ടീനെ ഒന്നെങ്കിൽ വിടണമെന്നില്ല, അല്ലെങ്കിൽ വീട്ടിൽ വന്ന കുട്ടീനെ ഹെൽപ്പ് ചെയ്യാൻ ഈ പഠനത്തിൽ ഹെൽപ്പ് ചെയ്യാൻ വീട്ടുകാർക്ക് പറ്റണമെന്നില്ല. അപ്പം അങ്ങനെയും ചിലപ്പോൾ ബാക്ക്വേർഡ്നെസ് ആയി അല്ലെങ്കിൽ ബാക്ക്വേർഡ് ആവാൻ ആ കുട്ടീനെ സ്വാധീനിച്ചേക്കാം എന്നാണ് പറയുന്നത്. അടുത്തത് സ്കൂൾ ഫാക്ടേഴ്സ് ആണ്. ഇപ്പം ഡിഫക്റ്റീവ്, അൺഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻഎഫക്റ്റീവ് ടീച്ചിങ്, lack of equipment, facilities, provision for revision of teachers, no regular checking of home assignments, defective curriculum and examination system, poor administration, indiscipline, improper attitude of teachers, etc. ഇതൊക്കെ കാരണമായിട്ട് കുട്ടി ബാക്ക്വേർഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്കൂളിൽ ഈ കാര്യങ്ങളൊക്കെ കുട്ടീനെ അഫക്റ്റ് ചെയ്യും. കുട്ടിക്ക് താല്പര്യമില്ലായ്മയൊക്കെ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ആ കുട്ടി പഠിക്കില്ല, അത് ആ കുട്ടീനെ ബാക്ക്വേർഡ് ആക്കും. അപ്പോൾ സ്കൂളിൽ നല്ല കുട്ടികൾക്ക് പഠിക്കാനുള്ള നല്ല നല്ല ഫെസിലിറ്റീസും നല്ല ടീച്ചേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ സൗകര്യങ്ങളും കുട്ടിക്ക് ഉണ്ടാക്കുക, അല്ലെങ്കിൽ കുട്ടി ബാക്ക്വേർഡ് ആവാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. സോഷ്യൽ ഫാക്ടേഴ്സ് ആണ് അടുത്തത്. ഒരു കുട്ടി വളർന്നു വരുന്ന ആ ഒരു സൊസൈറ്റി, ആ കുട്ടി കളിക്കുന്ന ആ കുട്ടിയുടെ പിയർ ഗ്രൂപ്പ്സും ഇതും അഫക്റ്റ് ചെയ്യും. കാരണം അത് ഈ കുട്ടിയുടെ കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ആ കുട്ടി പഠനത്തിലായാലും ജോലിയിലായെങ്കിലും ഇതിനെയൊക്കെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മൾ വരുന്ന നെയ്ബർഹുഡ് അഥവാ നമ്മുടെ ഗ്യാങ്, നമ്മുടെ ഫ്രണ്ട്സ് ഗ്യാങ് എന്നൊക്കെ പറയുന്നത്. സോ ഇതൊക്കെ ആ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവ ഒന്നെങ്കിൽ നന്നാവാൻ സഹായിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഡിസ്ട്രാക്ഷൻ ആയിരിക്കും ഈ കുട്ടിക്ക് ഉണ്ടാക്കുക. അപ്പം അതും ഈ കുട്ടി ബാക്ക്വേർഡ് ആവണോ വേണ്ടയോ അല്ലെങ്കിൽ ആവുമോ എന്നുള്ള കാര്യത്തിലൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ബാക്ക്വേർഡ് ചിൽഡ്രനെ മനസ്സിലാക്കാൻ വേണ്ടി, കണ്ടുപിടിക്കാൻ വേണ്ടി എന്തൊക്കെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കണം എന്ന് നോക്കാം. ഐഡൻറ്റിഫൈയിങ് ഫീച്ചേഴ്സ് ഓഫ് ബാക്ക്വേർഡ് ചിൽഡ്രൻ ആണ് നമ്മൾ നോക്കുന്നത്. ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, അവരുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് പുവർ മസിൽ കോർഡിനേഷൻ, ഷോർട്ട് റിയാക്ഷൻ ടൈം, മോർ ഫിസിക്കൽ ഡിഫക്ട്സ് ഓഫ് ഐ, ഇയേഴ്സ് ആൻഡ് സീരിയസ് സ്പീച്ച് ഡിഫക്ട്സ്. അപ്പോൾ ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികളിൽ ഫിസിക്കലി നമുക്കിത് നിർബന്ധമായും കാണണമെന്നില്ല, എന്നാൽ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള കുട്ടികളിൽ ചിലപ്പോൾ നമുക്ക് ബാക്ക്വേർഡ്നെസ് കാണാൻ പറ്റുമെന്നുള്ളതാണ്. മെൻ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ലോ IQ ആയിരിക്കും, ലെസ്സർ കപ്പാസിറ്റി ഓഫ് അബ്സ്ട്രാക്ട് തിങ്കിങ് ആൻഡ് ടു കോറിലേറ്റ് വേരിയസ് എക്സ്പീരിയൻസസ്. അപ്പം ഇങ്ങനെ ആലോചിച്ച് നോക്കിക്കേ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ആലോചിക്കാൻ പറ്റണമെന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ലാക്ക് ഓഫ് റീസണിങ് എബിലിറ്റി, ഇനബിലിറ്റി ടു അനലൈസ് ആൻഡ് തിങ്ക് ക്രിറ്റിക്കലി, അല്ലേ. കോംപ്ലെക്സ് ആയിട്ടുള്ള മെൻ്റൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ ആ കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. സോഷ്യൽ ആൻഡ് മോറൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ദേ ആർ ഓഫൺ സോഷ്യലി റിജക്റ്റഡ് ആൻഡ് ഐസൊലേറ്റഡ്. അവരെ മാറ്റി നിർത്തപ്പെട്ട രീതിയിലായിരിക്കും നമുക്ക് കൂടുതലും കാണാൻ പറ്റുക. ദേ മേക്ക് ഗുഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ നോൺ അക്കാഡമിക് പെർസ്യൂട്ട്സ് ആസ് എ കോമ്പൻസേറ്ററി ഡിഫെൻസ് മെക്കാനിസം. അപ്പോൾ പഠിക്കാൻ പുറകോട്ടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, മറ്റ് കോകരിക്കുലർ ആക്ടിവിറ്റീസ്, ക്ലാസ് റൂമിൽ അല്ലാണ്ട് സ്പോർട്സോ ആർട്സോ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ മികച്ച് നിൽക്കുന്നുണ്ടാവും. കാരണം എന്താണ്, അതൊരു ഡിഫെൻസ് മെക്കാനിസമാണ്. ഇവിടെ പറ്റാത്തത് നമ്മൾ ചിലപ്പം അതിൻ്റെ ഒക്കെ നമ്മൾ വേറൊരു സ്ഥലത്തായിരിക്കും നമ്മൾ കാണിക്കുക, നമ്മുടെ മറ്റൊരു ഇൻട്രസ്റ്റ് ഉള്ള ഏരിയയിലായിരിക്കും നമ്മളത് കാണിക്കുക. They are good followers and highly appreciated what is done for them. അവർക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര അപ്രിഷ്യേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഡ്യൂ ടു ലോ ഇൻ്റലിജൻസ് ദ ഇൻസിഡൻസ് ഓഫ് ചീറ്റിംഗ് ഈസ് ഹയർ ഇൻ ദം. അപ്പം അവർക്ക് IQ കുറവാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഇൻ്റലിജൻസ് കുറവാണെന്ന് നമ്മൾ പറയുന്നു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും എളുപ്പം ഇപ്പം ടെസ്റ്റിലൊക്കെ കോപ്പി അടിക്കാനുള്ള ടെൻഡൻസി അവർക്ക് നല്ലോണം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടികളിലെ ഈ ബാക്ക്വേർഡ്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചില ടൂൾസും ടെക്നിക്സും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ആൻഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഹെൽപ്സ് ടു അസസ് ദ എക്സ്റ്റെൻറ്റ് ആൻഡ് നേച്ചർ ഓഫ് ബാക്ക്വേർഡ്നെസ് ഇൻ സ്പെസിഫിക് സബ്ജക്ട്സ്. അപ്പോൾ ഓരോ സബ്ജക്റ്റിലും കുട്ടികളുടെ എത്രത്തോളമാണ് അവർക്ക് അറിയാണ്ടുള്ളത് അല്ലെങ്കിൽ എത്രത്തോളം പുറകോട്ടാണ് ഈ കുട്ടികൾ നിൽക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കാൻ നമുക്ക് അച്ചീവ്മെൻറ്റ് ടെസ്റ്റും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും യൂസ് ചെയ്യാം. ഇൻ്റലിജൻസ് ടെസ്റ്റിലൂടെ നമുക്ക് പറയാം IQ കുറവായിരിക്കും ഈ കുട്ടികൾക്ക് ഉണ്ടാവുക. അപ്പോൾ ഇൻ്റലിജൻസ് ടെസ്റ്റിലൂടെ നമുക്ക് ആ കുട്ടിയുടെ ഇൻ്റലിജൻസ് ഒരു പരിധിവരെ അളക്കാൻ സാധിക്കും. അതിലൂടെ കുട്ടിയുടെ ബാക്ക്വേർഡ്നെസ് നമുക്ക് മനസ്സിലാവുന്നതാണ്. ദ ഇൻ്റലക്ച്വൽ ലെവൽ ഓഫ് സ്ലോ ലേണേഴ്സ് ക്യാൻ ബി അസസ്ഡ്. Other psychological tests, the child's ability like creativity, aptitude, attitude, interest, mental health status etc. can be known. ഇപ്പോൾ സൈക്കോളജിക്കൽ ടെസ്റ്റ് നടത്തുന്നില്ല. ഇപ്പം ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാക്കാൻ ടെസ്റ്റ് നടത്താം, ക്രിയേറ്റിവിറ്റി മനസ്സിലാക്കാൻ ടെസ്റ്റ് നടത്താം, പിന്നെന്താണ് മെൻ്റൽ ഹെൽത്ത് സ്റ്റാറ്റസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ടെസ്റ്റ് നടത്താം. അപ്പോൾ അതിലൂടെ ആ കുട്ടിയുടെ മെൻ്റൽ സ്റ്റാറ്റസ് എന്തൊക്കെയാണ്, ആപ്റ്റിറ്റ്യൂഡ് എത്രത്തോളമാണ് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Situational tests and observation. The child's overall behavior and behavior in specific situations should be judged. അപ്പോൾ മൊത്തത്തിലും നല്ല ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കാനും സാധിക്കും. മറ്റ് സിറ്റുവേഷണൽ ആയിട്ടുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നടത്താൻ പറ്റും. മെഡിക്കൽ എക്സാമിനേഷനിലും കൂടെ നമുക്ക് ഒരു കുട്ടി എത്രത്തോളം ബാക്ക്വേർഡ് ആണോ അല്ലയോ എന്ന് ഒരു പരിധി വരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. The physical and physiological conditions can be determined. Student records. Cumulative records and school marks will help to study scholastic history of the child. അപ്പം ക്യുമുലേറ്റീവ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കളക്ട് ചെയ്തല്ലേ, ചെറിയ ക്ലാസ് നമ്മൾ പഠിച്ച് മറ്റേ ക്ലാസ്സിലെത്തി പിന്നെത്തി അപ്പോൾ ഇതെല്ലാം കളക്ട് ചെയ്തിട്ടുള്ള റെക്കോർഡാണ് ഒരു കുട്ടിയുടെ ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത്. അത് നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടി എത്രത്തോളം പെർഫോം ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ, ക്ലാസ് റൂമിൽ മാത്രമല്ല സ്പോർട്സോ ആർട്സോ അങ്ങനത്തെ കാര്യങ്ങളിലും എങ്ങനത്തെ രീതിയിലാണ് ആ കുട്ടി പെർഫോം ചെയ്തത് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൂടെയും നമുക്ക് കുട്ടി ബാക്ക്വേർഡ് ആണോ അല്ലയോ എന്ന കാര്യങ്ങൾ മനസ്സിലാക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബാക്ക്വേർഡ് ആയിട്ടുള്ള കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന കുട്ടികൾക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. The assignments given to him either are too difficult or he has fallen too far behind to understand and perform regular classwork. ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് തോന്നുന്ന വർക്കായിരിക്കും. ഇപ്പോൾ സാധാരണ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചൊരു സാധനത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വർക്കൊക്കെ കൊടുക്കുക. പക്ഷെ അതുപോലും മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല, അത് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരവസ്ഥയായിരിക്കും ഈ കുട്ടികൾക്ക് ഉണ്ടാവുക. ഹി ലാക്സ് മോട്ടിവേഷൻ ടു ലേൺ. പഠിക്കാൻ ഒരു താല്പര്യവും ആ കുട്ടീൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഹി നോ ലോങ്ങർ ബിലീവ്സ് ഹിംസെൽഫ് കേപ്പബിൾ ഓഫ് ലേണിംഗ് ബിക്കോസ് ഓഫ് റിപ്പീറ്റഡ് ഡിഫീറ്റ്സ്. അപ്പം തുടരെ ഒരുപാട് പരാജയപ്പെട്ടു അല്ലേ, അതിന് ശേഷം എന്നെ കൊണ്ടൊന്നും ആവില്ല, എന്നെ കൊണ്ട് പറ്റിയ പണിയല്ല എന്നുള്ളൊരു തോന്നലായിരിക്കും ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവുക. ഹി ഫിയേഴ്സ് ഫെയിലിയർ ആൻഡ് ലാക്സ് എബിലിറ്റി ആൻഡ് കോൺഫിഡൻസ് ടു ഇനീഷ്യേറ്റ് ന്യൂ ആക്ടിവിറ്റീസ്. സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ആ ഒരു മോട്ടിവേഷനും ഉണ്ടാവില്ല, പേടിയാണ്, തോറ്റുപോവോ എന്നുള്ള പേടിയായിരിക്കും മനസ്സിലുണ്ടാവുക. ഹി ഈസ് ഫിൽഡ് വിത്ത് ആങ്സൈറ്റി പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഡിഫെൻസസ് ഹി ഹാസ് ക്രിയേറ്റഡ് എഗെയിൻസ്റ്റ് സെൽഫ് ഡിവാലുവേഷൻ. അപ്പം ഒരു കാര്യം ചെയ്താലല്ലേ നമ്മൾ തോക്കുള്ളൂ, ഇപ്പം ചെയ്യുന്നില്ല, അതൊരു സെൽഫ് ഡിഫെൻസ് ആണ് അല്ലേ, നമ്മളൊരു ഡിഫെൻസീവ് മെക്കാനിസമാണ്. നമ്മൾക്കൊന്നും ഏറ്റെടുത്ത് ചെയ്യാനുള്ളൊരു ധൈര്യം എന്ന് പറഞ്ഞാൽ തോറ്റാലും ജയിച്ചാലും കുഴപ്പമില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ളവർക്ക് പെട്ടെന്ന് പറ്റും. പക്ഷെ പേടിയാണ്, തോൽവിയോട് പേടിയാണ്, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പേടിയാണ്. അപ്പം അതിലൂടെ ഒരുപാട് ആങ്സൈറ്റിയും ഈ കുട്ടികൾ നേരിടുന്നുണ്ടാവും. He is bitter and hostile towards school and society because of the humiliation he has suffered. അപ്പം ക്ലാസ്സിലെ ആൾക്കാരോട്, സ്കൂളിനോടും സൊസൈറ്റിനോടും എല്ലാത്തിനോടും ഒരു വെറുപ്പും വിദ്വേഷവും ഒക്കെ ആയിരിക്കും ഈ കുട്ടിക്ക് ഉണ്ടാവുക. കാരണം എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഈ കുട്ടീനെ കളിയാക്കുന്നയോ ക്രിട്ടിസൈസ് ചെയ്യുന്നയോ ഒക്കെയുള്ള ആറ്റിറ്റ്യൂഡായിരിക്കും സൊസൈറ്റി കാണിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനോടൊക്കെ കുട്ടിക്ക് ദേഷ്യമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, റെഗുലർ മെഡിക്കൽ ചെക്കപ്പ് ആൻഡ് നെസസറി ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ചില ഫിസിക്കൽ ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ മോശമായുള്ളൊരു ഹെൽത്ത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ബാക്ക്വേർഡ്നെസ് നമ്മൾ കാണിക്കുന്നത്.
അങ്ങനെയാണെങ്കിൽ സ്കൂൾ അതോറിറ്റീസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻസിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടി സ്കൂളിൽ തന്നെ റെഗുലർ ആയിട്ടുള്ള മെഡിക്കൽ ചെക്കപ്സ് സംഘടിപ്പിക്കണം. അതിലൂടെ നമുക്ക് ഈ കുട്ടികളെ കണ്ടുപിടിക്കാനും ആ കുട്ടികൾക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കാനും സാധിക്കും. റീഅഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ ദ ഹോം ആൻഡ് സ്കൂൾ. അപ്പം ഈ കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള കെയറും ലവും സപ്പോർട്ടും ഒക്കെ കിട്ടേണ്ടതാണ് അല്ലേ. അതുകൊണ്ട് തന്നെ സ്കൂളിൽ നമ്മൾ ടീച്ചേഴ്സും ശ്രദ്ധിക്കണം, വീട്ടിൽ പാരൻസും ഒക്കെ ശ്രദ്ധിക്കണം. വെറുതെ ചീത്ത വിളിച്ചുകൊണ്ടോ അവരെ കുറ്റം പറഞ്ഞുകൊണ്ടോ നിനക്കൊന്നും പഠിക്കാനൊന്നും കഴിയില്ല, മണ്ടനാണെന്നൊക്കെ അങ്ങനെ പറയുന്നതൊക്കെ വളരെ മോശമാണ്. കാരണം ആ കുട്ടി മനസ്സിൽ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ആ കുട്ടി നേരിടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് വേണ്ട കെയറും സപ്പോർട്ടും ഒക്കെ കൊടുക്കേണ്ടത് വീട്ടിലും സ്കൂളിലും ഉള്ള ആൾക്കാർ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ മറ്റ് സോഷ്യൽ ഏജൻസീസും ഗവൺമെൻറ്റും ഒക്കെ മുന്നോട്ട് വന്ന് ഇപ്പം സ്കൂളിൽ നല്ല അന്തരീക്ഷം ഒരുക്കാൻ നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ വീട്ടിലും ആ കുട്ടിക്ക് നല്ല അന്തരീക്ഷം, ഇപ്പോൾ പോവർട്ടി ഒക്കെ അനുഭവിക്കുന്ന കുട്ടികളാണെങ്കിൽ അതൊക്കെ നീക്കി നല്ല പഠിക്കാനുള്ള വളരാനുള്ള നല്ല സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് പറയുന്നത്. പ്രൊവിഷൻ ഓഫ് സ്പെഷ്യൽ സ്കൂൾസ് ആൻഡ് സ്പെഷ്യൽ ക്ലാസ്സസ്. സോ ഈ സ്പെഷ്യൽ സ്കൂൾസ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷെ എന്നിരുന്നാലും തുടക്കത്തിൽ ഈ സ്പെഷ്യൽ സ്കൂൾസിലൊക്കെ കുട്ടികളെ വിടുന്നത് നല്ലതാണ്. ഓക്കെ, കാരണം അവർക്ക് എങ്ങനെ മുന്നോട്ട് പോവാം എന്നുള്ളൊരു ബേസിക് ട്രെയിനിങ് കിട്ടാൻ ഈ സ്പെഷ്യൽ സ്കൂൾസൊക്കെ സഹായിക്കും എന്നുള്ളതാണ്. കാരണം അവിടെ ഇങ്ങനത്തെ കുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും ബേസിക് ആയിട്ട് എന്തൊക്കെ ചെയ്യണം, നമ്മൾ ലൈഫിൽ നമുക്ക് എന്തൊക്കെ ചെയ്യണം, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ഐഡിയാസൊക്കെ ഈ സ്പെഷ്യൽ സ്കൂൾസിൽ കിട്ടും. സോ ആദ്യം തന്നെ ഇവർ നോർമൽ സ്കൂൾസിലാണ് വിടുന്നത് എങ്കിൽ അവിടെ ഈ കുട്ടികൾ ബാക്കോട്ട് തന്നെയായിരിക്കും പോവുക. മറ്റേ കുട്ടികൾ മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടത്തേക്ക് എത്താൻ പറ്റാണ്ട് വരും. അതുകൊണ്ട് തന്നെ പുറകോട്ടായിരിക്കും യൂഷ്വലി നമ്മൾ പോവുക. അപ്പോൾ ഇവരിപ്പം സ്പെഷ്യൽ സ്കൂൾസിലാണ് വിടുന്നത് എങ്കിൽ അവിടെ ഇത്രയും ഒരു ഡിഫറൻസ് ഉണ്ടാവില്ല. ഇവരെ പോലത്തെ കുട്ടികൾ തന്നെയായിരിക്കും ഇവരുടെ ചുറ്റും ഉണ്ടാവുക. കോമ്പറ്റീഷൻ കുറവായിരിക്കും, ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നത് കുറവായിരിക്കും. സോ നല്ലൊരു രീതിയിലൊക്കെ എന്നെ പോലെ തന്നെയാണ് എല്ലാവരും എന്നുള്ളൊരു തോട്ടിൽ ആ കുട്ടി മുന്നോട്ട് പോവും. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ ഈ സ്പെഷ്യൽ സ്കൂൾസിലെ ട്രെയിനിങ് ആ കുട്ടീനെ സഹായിക്കുന്നതാണ്. പ്രൊവിഷൻ ഓഫ് സ്പെഷ്യൽ കരിക്കുലം, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ആൻഡ് സ്പെഷ്യൽ ടീച്ചർ. സോ അവരുടെ കരിക്കുലത്തിൽ ഒരുപാട് കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ കുട്ടിക്ക് വേണ്ട ആവശ്യമുള്ള ഡെവലപ്പ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന തരത്തിലുള്ള കുറച്ച് ചെറിയ കോണ്ടൻറ്റ്സ് അടങ്ങുന്ന ഒരു കരിക്കുലം ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫ്രെയിം ചെയ്യുക. അതോടൊപ്പം തന്നെ ഷോർട്ടും സിമ്പിളും ആയിട്ടുള്ള രീതിയിൽ ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ തന്നെ അപ്പോയിൻറ്റ് ചെയ്യുക. അവർക്ക് അവരുടെ ലിവിങ് എക്സ്പീരിയൻസുമായിട്ട് അല്ലെ കോൺക്രീറ്റ് ആയിട്ട് അവർക്ക് കണ്ടറിഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം പഠിപ്പിക്കാൻ, എഡ്യൂക്കേഷൻ ആ കുട്ടികൾക്ക് കൊടുക്കാൻ എന്നാണ് പറയുന്നത്. സ്പെഷ്യൽ കോച്ചിങ് ആൻഡ് പ്രോപ്പർ ഇൻഡിവിജ്വൽ അറ്റൻഷൻ. സോ ഈ കുട്ടികൾക്ക് സ്പെഷ്യൽ കോച്ചിങ്സ് നമുക്ക് കൊടുക്കാം, പ്രോപ്പർ ഇൻഡിവിജ്വൽ അറ്റൻഷനൊക്കെ നമുക്ക് കൊടുക്കാം അല്ലേ. ടീച്ചർ ഈ കുട്ടികളൊക്കെ കാര്യമായിട്ട് തന്നെ നോക്കണം. ഇവർക്ക് വേണ്ടിയിട്ട് കൂടുതൽ പ്രാക്ടീസ് ആക്ടിവിറ്റീസും ഡ്രിൽസും റിപ്പീറ്റേഷനായിട്ട് നമുക്ക് ഒന്നുകിൽ പറയുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക കുട്ടികൾ മനസ്സിലാവുന്നത് വരെ, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ആണെങ്കിൽ അവരെ കൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് തന്നെ ചെയ്യിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. നന്നായിട്ടുള്ള മനസ്സിലാവുന്ന രീതിയിലുള്ള നല്ല എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ അതുപോലുള്ള സ്പെഷ്യൽ കോച്ചിങ് കൊടുക്കുന്നതിലൂടെ ഈ കുട്ടികളെ നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. പ്രൊവിഷൻ ഫോർ കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, റിച്ച് എക്സ്പീരിയൻസസ് ആൻഡ് ഡൈവേഴ്സിഫൈഡ് കോഴ്സസ്. അപ്പോൾ ഈ കാര്യങ്ങൾ മാത്രമല്ല, ക്ലാസ്സിൽ നടക്കുന്ന കരിക്കുലർ ആക്ടിവിറ്റീസ് മാത്രമല്ല, കോ കരിക്കുലർ ആക്ടിവിറ്റീസും ഈ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ഡിഫൻസ് മെക്കാനിസം ആയിട്ട് പഠനത്തിൽ വീക്കായിട്ടുള്ള കുട്ടികൾ മറ്റു പലതിലും നന്നായിട്ട് ചെയ്യുന്നവരുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവരെ നമ്മൾ കണ്ടെത്തുക, അതിന് വേണ്ടിയിട്ട് അവരെ ട്രൈ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നല്ല ട്രെയിനിങ് ഇവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ ആ ഒരു മേഖലയിൽ, അവർക്ക് ഇഷ്ടമുള്ള ആ ഒരു മേഖലയിൽ അവർ നന്നായിട്ട് വളരും. മിക്കപ്പോഴും ഈ ബാക്ക്വേർഡ്നെസ് ഉണ്ടാവുന്നത് ഈ പഠനത്തോടുള്ള താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് താല്പര്യമുള്ള മേഖല ഏതാണെന്ന് നോക്കുക, അതിൽ അവർക്ക് നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും നമുക്ക് സാധിക്കും. റെൻഡറിങ് ഗൈഡൻസ് സർവീസ്.
അപ്പം ഈ കുട്ടികൾക്ക് മാത്രമെന്നല്ല, പൊതുവെ എല്ലാ കുട്ടികൾക്കും പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസും അവർ ഏത് ഫീൽഡിലേക്കാണ് പോവേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ സാധ്യതയാണ് ഉള്ളത്, അവരേറ്റവും നന്നായിട്ട് ചെയ്യുന്ന മേഖല ഏതൊക്കെയാണ് എന്നൊക്കെ നന്നായിട്ട് ഈ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം. അത് എല്ലാ കുട്ടികൾക്കും, ഈ കുട്ടികൾക്ക് എന്ന് മാത്രമല്ല, ബാക്ക്വേർഡ്നെസ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും കാണിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മളൊരു പഠിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ജോലി ചെയ്യുകയാണ്, അതിനോട് താല്പര്യം ഇല്ലെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ ബാക്ക്വേർഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ ബാക്ക്വേർഡ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് കാരണമാണ് എന്ന് നമുക്ക് പറയാം. അപ്പം കൃത്യമായിട്ട് ഈ കുട്ടികൾക്ക് ഗൈഡൻസ് കൊടുക്കുകയാണ് എങ്കിൽ ഒരുപാട് ഈ ബാക്ക്വേർഡ് ആയിക്കൊണ്ടിരിക്കുന്ന അത് നമുക്കൊരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. കൺട്രോളിങ് നെഗറ്റീവ് എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ്. അപ്പം ഒരു വ്യക്തിയുടെ സോഷ്യൽ സറൗണ്ടിങ്സും, നമ്മൾ ഇടപഴകുന്ന ആൾക്കാർ, നമ്മൾ കളിക്കുന്ന നമ്മളുടെ പിയർ ഗ്രൂപ്പ്സും, ഇതൊക്കെ നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചിലതൊക്കെ നല്ലതായിരിക്കും, നല്ല പോസിറ്റീവായിട്ടുള്ള പിയർ ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടാവും, നല്ല പോസിറ്റീവായിട്ടുള്ള എൻവയൺമെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ പോസിറ്റീവ് ആയിരിക്കും അല്ലേ. ചില സമയത്ത് ഇത് നെഗറ്റീവ് ആവുന്ന കാരണം കൊണ്ടായിരിക്കും കുട്ടിയും ബാക്ക്വേർഡ് ആയിരിക്കുക. അങ്ങനെ ഇത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ വീട്ടിലായാലും വീട്ടുകാരാണെങ്കിലും സ്കൂളിലും ചില മോശം കൂട്ടുകെട്ട് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അല്ലേ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ കുട്ടികളെ സഹായിക്കാം.